ഗുഡ് ഈവനിങ്. ഓൾ ഓഡിബിൾ ആണോ? സ്ക്രീൻ കാണാവോ? ഓക്കെ ഓക്കെ. അപ്പൊ ഫസ്റ്റ് സെറ്റ് ആണ്. അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ആൻസർ ചെയ്തേ. വേർ ഈസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ലൊക്കേറ്റഡ്? എവിടാ വരുന്നത്? എവിടാ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ലൊക്കേറ്റ് ചെയ്യുന്നത്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എവിടാ വരുന്നത്? ഗ്ലാൻഡ്സിനെ പറ്റി പഠിക്കുവാണെങ്കിൽ നമുക്കറിയാല്ലേ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എവിടെ ആയിരിക്കും വരുന്നത്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് വരുന്നത് എവിടായിട്ട്? പറയുന്നുണ്ട്. പിന്നെ ഓക്കെ, എല്ലാരും ആൻസർ പറയും. നിങ്ങൾ കണ്ടൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യുന്ന അതിന്റെ കൂടെ ഒന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ട്. എൻഡോക്രൈൻ സിസ്റ്റത്തിൽ വരുന്നതാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. എന്നാ ഒരു പി ഷേപ്ഡ് ഗ്ലാൻഡ് ആണ്. നമ്മുടെ ഹൈപ്പോതലാമസ് എവിടാ വരുന്നത്? ബ്രെയിനിലാണല്ലേ. ബ്രെയിനിലാണ് വരുന്നത്. ഹൈപ്പോതലാമസിന്റെ താഴെയായിട്ട് കാണുന്നതാണ്. ഏകദേശം 1.6 ഗ്രാം ആയിരിക്കും വെയിറ്റ് വരുന്നത്. ഓക്കെ.
ഇനി മാസ്റ്റർ ഗ്ലാൻഡ് ആണ്, കാരണം ബാക്കി എല്ലാ എൻഡോക്രൈൻ ഗ്ലാൻഡ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഗ്ലാൻഡ് ആണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്നെയാണ് വരുന്നത്, മാസ്റ്റർ ഗ്ലാൻഡ് എന്നും പറയാറുണ്ട്. ഓക്കെ, അടുത്തത് ബ്ലഡ് ഷുഗറിന്റെ ലിമിറ്റ് എത്ര വരുന്നത്? ബ്ലഡ് ഷുഗറിന്റെ ലിമിറ്റ് എത്ര വരുന്നത്? ബ്ലഡ് ഷുഗർ എത്ര വരുന്നത്? ബ്ലഡ് ഷുഗർ, നോർമൽ ബ്ലഡ് ഷുഗർ എത്ര വരുന്നത്? ഓക്കെ, എത്ര വരുന്നത്? നോർമൽ ബ്ലഡ് ഷുഗർ എത്ര വരുന്നത്? അതിന് ഓപ്ഷൻ എ ആണ് പറയുന്നത്. നോർമൽ ബ്ലഡ് ഷുഗർ എത്ര വരുന്നത്? ഫാസ്റ്റിങ്ങിന് ശേഷം അല്ലാതെ നമ്മൾ പറയാറുണ്ട്, ഇത് ഏതായിരിക്കും വരുന്നത്? ഇത് ഏതായിരിക്കും? ഫാസ്റ്റിംഗ് എടുത്തിട്ടുള്ളതായിരിക്കും അല്ലെ? ഏതാ വരുന്നത് അപ്പം? നോർമൽ ബ്ലഡ് ഷുഗർ എത്ര വരുന്നത്? നോർമൽ ലെവൽ ഏതായിരിക്കും വരുന്നത്? 70 to 100 ആയിരിക്കും അല്ലേ വരുന്നത്? ഫാസ്റ്റിംഗ് വരുമ്പം 70 to 99 എന്ന് പറയും. ഇവിടെ 70 to 100 mg/dl ആണല്ലേ വരുന്നത് ഫാസ്റ്റിങ്ങിന് ഇതുള്ളതായിട്ടാണ് നമ്മളോട് ഇവിടെ ചോദിക്കുന്നത്. ഇനി ഫാസ്റ്റിങ്ങിലാണെങ്കിലോ 140യെ കാട്ടി കുറവായിരിക്കണം വരുന്നത്. 140യെ കാട്ടിൽ കുറവായിരിക്കണം, ലെസ് ദാൻ 140 ആയിരിക്കും വരുന്നത് കേട്ടോ. അതും ഒരു മീലിന് 2 മണിക്കൂറിന് ശേഷം ഉള്ളതായിരിക്കും 140യെ കാട്ടിൽ കുറവ് വേണ്ടത്. ഓക്കെ, അടുത്തത് ഫീമെയിൽ സെക്സ് ഹോർമോൺ ഏതാ വരുന്നത്? ഫീമെയിൽ സെക്സ് ഹോർമോൺ ഏതാ വരുന്നത്? ഫീമെയിൽ സെക്സ് ഹോർമോൺ ഏതാ വരുന്നത്? ഇതിനകത്ത് ഏതായിരിക്കും വരുന്നത് ഫീമെയിൽ സെക്സ് ഹോർമോൺ വരുന്നത്? ഓവറീസ് അല്ലേ? ഫീമെയിൽ ഫീമെയിൽ സെക്സ് ഓർഗൻ എന്ന് പറയുന്ന ഓവറീസ് ആണല്ലേ വരുന്നത്. യൂട്രസ്, അതിനകത്ത് ഓവറീസ് ആണ് വരുന്നത്. ഏതൊക്കെ വരാം? ഈസ്ട്രജൻ ഉണ്ട്. ദെൻ അതേപോലെ തന്നെ വരുന്നതാണ് ഈസ്ട്രജൻ എന്ന് പറഞ്ഞാൽ എന്നാ? റീപ്രൊഡക്റ്റീവ് ഓർഗന്റെ കംപ്ലീറ്റ് ഡെവലപ്മെന്റിന് സഹായിക്കുന്നതാണ്. നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഫീമെയിൽസിന്റെ അതിന്റെ കംപ്ലീറ്റ് ഡെവലപ്മെന്റിന് സഹായിക്കുന്നതാണ് ഈസ്ട്രജൻ എന്ന് പറയുന്നത്. ദെൻ പ്രൊജസ്ട്രോൺ ഉണ്ട്. അതായത് വേറെ ഒന്നുമില്ല, നമ്മുടെ യൂട്രസിന്റെ വോൾ ഉണ്ടല്ലോ, ഓവേറിയൻ സൈക്കിൾ ഉണ്ട്. അതിന്റെ ടൈമിൽ യൂട്രസിന്റെ വോളിന്റെ തിക്കനിങ് ഉണ്ട്. ഒരു സർട്ടൻ തിക്നെസ് അതിന് വേണം. അതിന് സഹായിക്കുന്നതാണ് പ്രൊജസ്ട്രോൺ വരുന്നത്. ഓക്കെ, ദെൻ റിലാക്സിൻ റിലാക്സിൻ എന്ന് പറയുന്നത് എന്നാ? ഒരു കുഞ്ഞുണ്ടാകാനായിട്ട് യൂട്രസിനെ പ്രിപ്പയർ ചെയ്യും. അതായത് ഒരു പ്രഗ്നൻസിയുടെ ടൈമിൽ സെർവിക്സ് എന്നായിരിക്കണം? സെർവിസിക്കൂടെ ആയിരിക്കും അല്ലേ നോർമൽ ഡെലിവറി ആണെങ്കിൽ കുഞ്ഞ് പുറത്ത് വരുന്നത്. അപ്പം സെർവിക്സിന്റെ വൈഡനിങ്ങിനായിട്ട് സഹായിക്കുന്നതാണ് റിലാക്സിൻ എന്ന് പറയുന്നത്. സോ സെർവിക്സ് വൈഡൻ ചെയ്താൽ കുഞ്ഞിനെ ഈസി ആയിട്ട് ഡെലിവറി ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതുപോലെ തന്നെ യൂട്രസിന്റെ ഗ്രോത്തിനൊക്കെ ആയിട്ട് സഹായിക്കുന്നതും സൈഗോട്ടിനെ അവിടെ നിർത്താനായിട്ട് സഹായിക്കുന്നതും, അതായത് എഗ്ഗും സ്പെർമും കൂടെ ഫ്യൂസ് ചെയ്തിട്ട് ഒരു സൈഗോട്ട് ഉണ്ടാകും. അതാണ് പിന്നെ ചൈൽഡ് ആയിട്ട് വരുന്നതല്ലേ. അതിനെ അവിടെ മെയിൻറ്റെയിൻ ചെയ്യാനും എല്ലാം സഹായിക്കുന്ന ഏതാണ്? പ്രൊജസ്ട്രോൺ ആണ് സഹായിക്കുന്നത്. ഇനി പ്രഗ്നൻസിയുടെ സമയത്ത് സെർവിക്കൽ കനാലുണ്ട്, അതിനകത്തൂടെ ആയിരിക്കും കുഞ്ഞ് വെളി വരുന്നത്. അപ്പൊ അതിന് വൈഡൻ ചെയ്തിട്ട് ഡെലിവറി ഈസി ആക്കുന്നത് ഏതായിരിക്കും? റിലാക്സിൻ ആയിരിക്കും ചെയ്യുന്നത്. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടുള്ള ഫീമെയിൽ സെക്സ് ഹോർമോൺ എന്ന് പറയുന്നത്. ഇനി ആൻഡ്രജൻ എന്ന് പറയുന്നത് എന്നാ പിള്ളേരെ? ആൻഡ്രജൻ എന്തുവാ സാധനം? ആൻഡ്രജൻ എന്നാ? ആൻഡ്രജൻ കേട്ടിട്ടുണ്ടോ? ആൻഡ്രജൻ എന്നാ? ആൻഡ്രജൻ മെയിൽ ഹോർമോൺ ആണ് വരുന്നത്. അതിനകത്ത് ഏറ്റവും വെൽ നോൺ ആയിട്ടുള്ള ആൻഡ്രജൻ എന്ന് പറയുന്നത് ഏതാണ്? ടെസ്റ്റോസ്റ്റിറോൺ ആണ് വരുന്നത്. അതായത് ഫീമെയിൽസിലായാലും മെയിൽസിലായാലും ആൻഡ്രജനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? ഗൊണാഡ്സ് ആണ് കേട്ടോ.
ഗൊണാഡ്സ് ആണ്. മെയിൽസിലെ ഗൊണാഡ്സ് ആണ് വരുന്നത്. ഓക്കെ. പിന്നെ കുറച്ചൊക്കെ നമ്മുടെ ഫീമെയിൽസിലെ ഓവറീസും പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അതായത് രണ്ട് സെക്സസിലും വരുന്ന അഡ്രിനൽ ഗ്ലാൻസ് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ടെന്നാണ് വരുന്നത്. മെയിൽ ക്യാരക്ടറിസ്റ്റിക്സിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളതായിരുന്നു. ആ മെയിൽ ക്യാരക്ടറിസ്റ്റിക്സിന്റെ ഡെവലപ്പിങ്ങിനും മെയിൻറ്റെയിൻ ചെയ്യാനുമായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ളതാണ് ആൻഡ്രജൻ എന്ന് പറയുന്നത്, മെയിൽസിനും ഫീമെയിൽസിലും. ഓക്കെ. ഇപ്പൊ വെൽ നോൺ ആൻഡ്രജൻ എന്ന് പറയുന്ന ഏതാണ്? ടെസ്റ്റോസ്റ്റിറോൺ ആണ് വരുന്നത്. ടെസ്റ്റോസ്റ്റിറോൺ തന്നെ പറയുന്നത് നമ്മുടെ സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടറിന്റെ ഗ്രോത്തിനെ ബിഹേവിയറിനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ടെസ്റ്റിസിലുള്ളതാണ് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത്. കളർ വിഷനെ അഫക്ട് ചെയ്യുന്നത് ഏതാണ്? കളർ വിഷനെ അഫക്ട് ചെയ്യുന്ന ഏതാണ്? ഐയില് കളർ വിഷനെ അഫക്ട് ഏതാ? ഐ നോക്കാറുണ്ട്, ഇയർ, നോസ് കാര്യങ്ങളെല്ലാം തന്നെ നോക്കാറുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ഐയുടെ പിക്ക് കാണിക്കാം. ഇതുണ്ടോ? ഇത് കാണാവോ? ഇതാണ് നമ്മുടെ മെയിൻ ഐ വരുന്നത് അല്ലേ? അപ്പൊ ഐ എടുക്കുവാണെങ്കിൽ ഹ്യൂമൻ ഐ വരുന്ന ഐയെ പറ്റിയുള്ള സ്റ്റഡി എന്നാ പറയുന്നതെന്ന് അറിയാം? ഒഫ്താൽമോളജി എന്നാണ് പറയുന്നത്. ഒഫ്താൽമോളജി എന്നാണ് പറയുന്നത്. നമ്മുടെ സെൻസ് ഓർഗൻസിൽ 5 സെൻസ് ഓർഗൻസിനെ പഠിക്കണം. ഐ, ഇയർ, ടങ്ക്, നോസ്, സ്കിന്ന്. ഈ 5 നിങ്ങൾ പഠിക്കുക. ഇനി ഇതിനെ പറ്റിയുള്ള ഇവിടെ ഐയുടെ കേസ് പറയുവാണെങ്കിൽ ഐയെ പറ്റിയുള്ള സ്റ്റഡി ഒഫ്താൽമോളജി. ഐയുടെ ഹെൽത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണെന്ന് അറിയാവോ? ഐയുടെ ഹെൽത്തി ഐക്ക് വേണ്ടി സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണെന്നറിയാവോ? വൈറ്റമിൻ എ ആണ് വരുന്നത്. വൈറ്റമിൻ എ ആണ് വരുന്നത്. ഇന്നർ ഐയെ എക്സാമിൻ ചെയ്യാനായിട്ട് നിങ്ങൾ കണ്ണ് പരിശോധിക്കാൻ ചെന്നാൽ നമ്മൾ ഒരു സാധനത്തിൽ ഇരുത്തിയിട്ട് അതിന്റെ അകത്തോട്ട് നോക്കുന്നത് കാണാം. കണ്ണ് പരിശോധിക്കാൻ പോയവർക്കറിയാം. അതിനെ എന്നാ പറയുന്നത്? അത് ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു എക്സാമിൻ ദ ഇന്നർ ഐ. നമ്മുടെ ഇന്നർ ഐ നോക്കുക ചെയ്യുന്നത്. ആ ഇൻസ്ട്രുമെന്റിനെ പറയുന്ന എന്താണ്? ഏതാണെന്നറിയാവോ? ഒഫ്താൽമോസ്കോപ്പ് എന്നാണ് പറയുന്നത്. ഒഫ്താൽമോസ്കോപ്പ് എന്നാണ് പറയുന്നത്. ഇനി നമ്മുടെ ക്ലിയർ വിഷന്റെ നിയർ പോയിന്റ് എന്ന് പറയുന്നത് 25 സെന്റിമീറ്റർ ആണ് വരുന്നത്. ദെൻ നമ്മുടെ ടിയേഴ്സ് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഏത് ഗ്ലാൻഡാ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് അറിയാവോ? ടിയേഴ്സിന് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഏത് ഗ്ലാൻഡാ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് അറിയാവോ? ടിയേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏത് ഗ്ലാൻഡാന്ന് അറിയാവോ? ലാക്രിമൽ ഗ്ലാൻഡ് ആണ്. ലാക്രിമൽ ഗ്ലാൻഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. ലാക്രിമൽ ഗ്ലാൻഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. ഇനി ടിയേഴ്സിലെ എൻസൈം എന്ന് പറയുന്ന ലൈസോസൈം ആണ് വരുന്നത്. ലൈസോസൈം ആണ് വരുന്നത്. ഓക്കെ. ദെൻ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഐയുടെ വർക്കിങ്ങിനായിട്ട് എത്ര മസിൽസ് ഫങ്ഷൻ ചെയ്യുന്നുണ്ടെന്ന് അറിയാവോ? ഐയുടെ മസിൽസിനായിട്ട് വർക്കിങ്ങിനായിട്ട് എത്ര മസിൽസ് ഫങ്ഷൻ ചെയ്യുന്നുണ്ടെന്നറിയാവോ? അല്ലെങ്കിൽ അതിനകത്ത് ആ പ്രോസസ്സിനകത്ത് എത്ര മസിൽസ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെന്നറിയാവോ? 6 മസിൽസ് ആണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. 6 മസിൽസ് ഉണ്ട് കേട്ടോ. ഐബോളിൽ നോക്കുവാണെങ്കിൽ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് 3 ലെയർ കാണാൻ പറ്റും. ഇവിടെ ഉണ്ട്, സ്ക്ലീറ ഉണ്ട്, ദെൻ കൊറോയിഡ് ഉണ്ട്, ദെൻ റെറ്റിന. ഈ 3 ലെയർ ആയിരിക്കും വരുന്നത്. കൊറോയിഡ് ഉണ്ട്, റെറ്റിന, ഈ 3 ലെയർ ആയിരിക്കും വരുന്നത് കേട്ടോ. ദെൻ നോക്കുവാണെങ്കിൽ ഔട്ടർ ആയിട്ട് വരുന്ന ഏതായിരിക്കും? ഔട്ടർ ലെയറിനെയാണ് സ്ക്ലീറ എന്ന് പറയുന്നത്. ദെൻ ഇതിന്റെ ഇടയ്ക്ക് കൂടെ ഒരു മിഡിൽ ലെയർ ഉണ്ട്. ഇവിടെ ഇത് കാണിക്കുന്നില്ല, മിഡിൽ ലെയർ ഉണ്ട്. അതിനെ നമ്മൾ കൊറോയിഡ് എന്ന് പറയും. അകത്തെ ഏറ്റവും ഇന്നർ ആയിട്ട് വരുന്നതാണ് റെറ്റിന എന്ന് പറയുന്നത്. ഇതിനകത്ത് സ്ക്ലീറ എന്ന് പറയുന്നത് നമ്മുടെ ഐക്ക് ഒരു ഷേപ്പും പിന്നെ അതിന്റെ ഒരു ഫേംനെസ് ഉണ്ടല്ലോ, ഒരു കട്ടിയുള്ള രീതി നിൽക്കുന്നില്ല, അതിനെ ആ ഫേം ആയിട്ടുള്ള ഇതും തുടക്കുന്ന തന്നെയാണ് സ്ക്ലീറയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഐക്ക് വേണ്ട ഓക്സിജനും ന്യൂട്രീഷനും സപ്ലൈ ചെയ്യുന്ന ആരാന്നറിയാവോ? ഇന്നർ ലെയർ ആയിട്ടുള്ള കൊറോയിഡ് ആണ് സപ്ലൈ ചെയ്യുന്നത് കേട്ടോ. കൊറോയിഡ് ആണ് സപ്ലൈ ചെയ്യുന്നത്. ദെൻ റെറ്റിന എന്ന് പറയുന്നത് എന്നായിരിക്കും? ലൈറ്റ് സെൻസിറ്റീവ് റിസപ്റ്റേഴ്സ് എല്ലാം തന്നെ വരുന്നത് എവിടെ ആയിരിക്കും? റെറ്റിനയിലായിരിക്കും ഫോം വരുന്നത്. അതുപോലെ തന്നെ ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെ ആയിരിക്കും? റെറ്റിനയിലായിരിക്കും ഫോം ചെയ്യുന്നത്. ക്ലിയർ ആൻഡ് ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതിന്റെ ഐയുടെ ട്രാൻസ്പെയറന്റ് ആയിട്ടുള്ള ഫ്രണ്ട് പോർഷനെയാണ് നമ്മൾ
കോർണിയ എന്ന് പറയുന്നത്. ഇവിടെ കാണാമല്ലോ, ഈ ട്രാൻസ്പെറന്റ് ഫ്രണ്ട് പോർഷനെയാണ് നമ്മൾ കോർണിയ എന്ന് പറയുന്നത്. ഈ ഐ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുമ്പോൾ കോർണിയ ആയിരിക്കും മാറ്റുന്നത്. ഐ ട്രാൻസ്പ്ലാന്റേഷനെയാണ് നമ്മൾ കെരാട്ടോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. കെരാട്ടോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. ഇനി ഇവിടെയായിട്ട് ഈ ഫ്രണ്ടിലായിട്ട് സ്ക്ലീറ ഉണ്ടല്ലോ, സ്ക്ലീറയെ പ്രൊട്ടക്ട് ചെയ്തിട്ട് ഒരു ലെയർ വരുന്നുണ്ട്. അതായത് കോർണിയ ഒഴിച്ച് ബാക്കി സ്ക്ലീറയെ മൊത്തത്തിൽ പ്രൊട്ടക്ട് ചെയ്തിട്ട് ഒരു ലെയർ വരും. അതിനെയാണ് നമ്മൾ കൺജക്റ്റീവ എന്ന് പറയുന്നത്. നമ്മൾ ഈ കണ്ണ് തിമിരമല്ലല്ലോ, ചെങ്കണ്ണെന്ന് പറയത്തില്ലേ, ഈ എന്നാ വരുന്നത്, നമ്മുടെ കൺജക്റ്റീവയ്ക്ക് വരുന്ന ആ ഇൻഫെക്ഷനെയാണ് ചെങ്കണ്ണ്, അല്ലെങ്കിൽ കണ്ണ് ചുമന്ന് കിടക്കത്തില്ലേ, അതിനെ കൺജക്റ്റിവൈറ്റീസ് എന്ന് പറയും. ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ എങ്ങനെയാണ്, ഇവിടെ ഒരു ലെൻസ് ഉണ്ടല്ലോ, ഇത് കണ്ടോ, ഇവിടെ ഒരു ലെൻസ് ഉണ്ട്. ഇതെങ്ങനെയായിരിക്കും, ബൈ കോൺവെക്സ് ലെൻസ് ആണ് വരുന്നത്. ബൈ കോൺവെക്സ് ലെൻസ് ആണ് വരുന്നത്. ഇനി കോർണിയയുടെ പുറകിലായിട്ട് കൊറോയിഡിന്റെ പോർഷൻ വരുന്നുണ്ട്. കോർണിയയുടെ ബിഹൈൻഡ് ആയിട്ട് കൊറോയിഡിന്റെ പോർഷൻ വരുന്നുണ്ട്. ആ പോർഷനെയാണ് നമ്മൾ ഐറിസ് എന്ന് പറയുന്നത് കേട്ടോ. ഐറിസ് എന്ന് പറയുന്നു. ഈ ഒരു പോർഷൻ ഇവിടെ ഐറിസ് എന്ന് പറയും. ഇനി ഈ ഐറിസിന്റെ സെന്ററിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്പണിംഗ് കാണാനായിട്ട് പറ്റും. ഇതിനെയാണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത്. പ്യൂപ്പിൾ എന്ന് പറയും. ഓക്കെ, ഇനി എന്നായിരിക്കും, നമുക്ക് കാഴ്ചയുടെ സമയത്ത് എന്നാ എടുക്കണം, ലെൻസ് ഉണ്ട്. ലെൻസിന് എന്നായിരിക്കും, ഒരു ഫോക്കൽ ലെന്ത് കാണും. ആ ഫോക്കൽ ലെന്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഏതാണെന്നറിയാവോ, സിലിയറി മസിൽസ് ഉണ്ട്. ഈ സിലിയറി മസിൽസ് ആണ് ഫോക്കൽ ലെന്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ ഈ ഫോക്കൽ ലെന്തിനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഐയുടെ കഴിവിനെയാണ് നമ്മൾ പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അതായത് നിങ്ങളിപ്പം അടുത്തിരിക്കുന്ന ഒരു സാധനത്തെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും, ദൂരെയുള്ളതിനെ വരുമ്പോഴത്തേന് തന്നെ ആയിരിക്കും ആ ഒരു ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്പം അത് കാണാൻ പറ്റും. ഇതൊരു വിത്തിൻ സെക്കൻഡ്സ് നടക്കുന്ന പ്രോസസ്സാണ്. ഇതിനെയാണ് പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ നോക്കുവാണെങ്കിൽ ഈ കോർണിയയ്ക്കും ഇവിടെ ശരിക്കും ഇത് കാണാൻ പറ്റുന്നില്ല. ഈ കോർണിയയ്ക്കും നമ്മുടെ ലെൻസിനും ഇടയ്ക്കായിട്ട് കോർണിയ ഉണ്ട് ഇവിടെ, അതുപോലെ തന്നെ ലെൻസ് ഉണ്ട്. ഇതിന്റെ ഇടയ്ക്കായിട്ട് ഇവിടെ ഒരു ചാമ്പർ വരും. ഇതിനെയാണ് നമ്മൾ അക്വസ് ചാമ്പർ എന്ന് പറയും. ഇവിടെ ഒരു ഫ്ലൂയിഡ് ഫില്ലായിരിക്കും, അതിനെയാണ് അക്വസ് ഫ്ലൂയിഡ് എന്ന് പറയും. ഓക്കെ, ഇനി ലെൻസ് ഉണ്ട്. ലെൻസിനും റെറ്റിനയുണ്ട്. റെറ്റിനയ്ക്കും ഇടയ്ക്കായിട്ട് വേറൊരു ചാമ്പർ വരും. അതിനെയാണ് നമ്മൾ വിട്രിയസ് ചാമ്പർ എന്ന് പറയും. അവിടെ ഒരു ഫ്ലൂയിഡ് ഫില്ലായിരിക്കും, അതാണ് വിട്രിയസ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡിം ലൈറ്റ് വിഷൻ ഉണ്ട്. നമുക്ക് എന്നായിരിക്കും, നിങ്ങളൊരു ബ്രൈറ്റ് ലൈറ്റിൽ നിന്ന് ഒരു ഇരുണ്ട ഒരു ഇതിലോട്ട് പോയാൽ ഇച്ചിരി നേരത്തെ നിങ്ങൾക്ക് കാണത്തില്ല. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ഒരു ചെറിയ മങ്ങിയ വെളിച്ചത്തിൽ നമുക്ക് ഇത് കാണാൻ പറ്റും. അപ്പൊ ഈ ഡിം ലൈറ്റിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്ന സെൽസ് ആണ് റോഡ് സെൽസ് എന്ന് പറയുന്നത്. ബ്രൈറ്റ് ലൈറ്റ് ആയാൽ കോൺ സെൽസ് ആയിരിക്കും വരുന്നത്. റോഡ് സെൽസിലുള്ള പിഗ്മെന്റ് ആണ് റോഡോസ്പിൻ എന്ന് പറയും. വിഷ്വൽ പർപ്പിൾ എന്ന് പറയാറുണ്ട് കേട്ടോ. അതേപോലെ തന്നെ കോൺ സെൽസിലെയാണ് അയഡോസ്പിൻ എന്ന് പറയുന്നത്. അയഡോസ്പിൻ അല്ലെങ്കിൽ ഫോട്ടോസ്പിൻ എന്ന് പറയും. അയഡോസ്പിൻ അല്ലെങ്കിൽ ഫോട്ടോസ്പിൻ എന്ന് പറയും. ഓക്കെ, ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്. ഏതാണ് മെയിൻ ആയിട്ട് വരുന്നത് ഏതാണ്? മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ ഇതാണ് വരുന്നത് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ വിട്രിയസ് ചാമ്പർ വരുന്നത്. അതായത് ലെൻസിനും ഇവിടെ റെറ്റിന വരും. ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഇടയ്ക്കാണ് വിട്രിയസ് ചാമ്പർ വരുന്നത്. ഇവിടെ വിട്രിയസ് ഫ്ലൂയിഡ് ഫില്ലായിട്ടായിരിക്കും കിടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ടും വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നോക്കുവാണെങ്കിൽ ഐക്ക് വരുന്ന മെയിൻ ആയിട്ടുള്ള ഡിസോർഡേഴ്സ് ആണ് കളർ ബ്ലൈൻഡ്നെസ് ഉണ്ട്, അല്ലെങ്കിൽ അതിനെ ഡാൾട്ടണിസം എന്നും പറയാറുണ്ട്. ഇവിടെ എന്നാ വരുന്നത്, എല്ലാ കളറും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റത്തില്ല. ബ്ലൂവിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും, റെഡും ഗ്രീനും റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഫേസ്ബുക്കിന്റെ ക്രിയേറ്റർ ഉണ്ടല്ലോ, മാർക്ക് സക്കർബർഗ്, അദ്ദേഹത്തിന് ഇത് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഫേസ്ബുക്കിന്റെ ഇത് ബ്ലൂ അല്ലേ കിടക്കുന്നത്. ഓക്കെ, ദെൻ അസ്റ്റിഗ്മാറ്റിസം ഉണ്ട്. അസ്റ്റിഗ്മാറ്റിസം എന്ന് പറഞ്ഞാൽ കോർണിയയുടെ ഒരു കർവേച്ചർ ഉണ്ട്. ആ കർവേച്ചർ എന്ന് പറയുന്നത് ഇറഗുലർ ആയിട്ട് വരും. അങ്ങനെ ഇമേജ് ക്ലിയർലി ഫോം ചെയ്യാൻ പറ്റത്തില്ല. ഇതിനെ റെക്ടിഫൈ ചെയ്യാനായിട്ട് സിലിണ്ടറിക്കൽ ലെൻസ് യൂസ് ചെയ്യുക.
ദെൻ തിമിരം കാട്രാക്ട് എന്ന് പറയും. എന്നായിരിക്കും? നമ്മുടെ ഐ ലെൻസിന്റെ അത് ഏജ് കൂടുന്നതിനനുസരിച്ച് ഐ ലെൻസിന്റെ ട്രാൻസ്പെറൻസി നഷ്ടപ്പെടുന്നതായിരിക്കും. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നതാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ സിറോഫ്താൽമിയ എന്ന് പറയും. അതായത് നമ്മുടെ കോർണിയയും കൺജക്റ്റീവയും എന്നായിരിക്കും? ഡ്രൈയും ഒബേക്കോ ആയിട്ട് മാറും. ഓക്കെ, ഇനി ഗ്ലൂക്കോമ. ഗ്ലൂക്കോമ എന്ന് പറഞ്ഞാൽ എന്നാ വരുന്നത്? ഐബോളിൽ ഇൻക്രീസ്ഡ് പ്രഷർ ആയിരിക്കും വരുന്നത്. ഐബോളിൽ പ്രഷർ കൂടുതലായിരിക്കും വരുന്നത്. ദെൻ ഷോർട്ട് സൈറ്റ്. ഷോർട്ട് സൈറ്റ് അല്ലെങ്കിൽ മയോപ്പിയ എന്ന് പറയും. കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് റെക്ടിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇമേജ് എങ്ങനെ ആയിരിക്കും? റെറ്റിനയുടെ ഫ്രണ്ടിലായിരിക്കും ഫോം ചെയ്യുന്നത്. ലോങ് സൈറ്റ് ഉണ്ട്. ലോങ് സൈറ്റ് എന്ന് പറഞ്ഞാൽ ഹൈപ്പർമെട്രോഫിയ. ഇതിന് കോൺവെക്സ് ലെൻസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. റെറ്റിനയുടെ പുറകിലായിട്ടായിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത്. ദെൻ പെർസ് ബയോപ്പിയ എന്ന് പറയും. ഇതിനെ പറയുന്നത് ഷോർട്ട് സൈറ്റും ലോങ് സൈറ്റും കൂടെ രണ്ടും ഒരാളിൽ പ്രസന്റ് ആണെങ്കിൽ അതാണ് പറയുന്നത് കേട്ടോ. ഇനി ലെൻസിന്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടും. അതെന്നായിരിക്കും? അപ്പോൾ നമുക്ക് ബൈഫോക്കൽ ലെൻസ് ഉപയോഗിച്ചാൽ റെക്ടിഫൈ ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഞാൻ പറഞ്ഞിട്ടുള്ള കൺജക്റ്റീവൈറ്റീസ്, മദ്രാസ് ഐ, റെഡ് ഐ എന്നൊക്കെ പറയാറുണ്ട്. കൺജക്റ്റീവയ്ക്ക് വരുന്ന ഇൻഫ്ലമേഷൻ ആണ് വരുന്നത്, ഇൻഫെക്ഷൻ ആണ് വരുന്നത്. ഓക്കെ, ദെൻ ട്രക്കോമ കേട്ടിട്ടുണ്ടോ? ട്രക്കോമ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ് വരുന്നത്. അപ്പം അതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പൂർ ഹൈജീനും സാനിറ്റേഷനും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നതാണ് കേട്ടോ. പക്ഷെ ഇതിന് നമുക്ക് എന്നായിരിക്കും? നല്ല ഹൈജീൻ കൊടുത്തു വെക്കുവാണെങ്കിൽ ഇതിനെ പ്രിവെന്റബിൾ ആയിട്ടുള്ള ഒരു ഡിസീസ് ആണ്. പക്ഷെ ഇത് ഇവഞ്ച്വലി എന്നാ എടുക്കും? ബ്ലൈൻഡ്നെസ്സിൽ കൂടി പോയാൽ ബ്ലൈൻഡ്നെസ്സിലോട്ട് ലീഡ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. ഇതാണ് മെയിൻ ആയിട്ടും ഐയെ പറ്റി വരുന്ന കാര്യങ്ങൾ. സെൻസ് ഓർഗൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ട് മാത്രം ഞാൻ എടുത്തു പറഞ്ഞതാണ്. ഓക്കെ, ക്ലാസ് കണ്ടിട്ടായിരിക്കും കയറുന്നതെന്ന് കരുതി ഞാൻ പറയാറുണ്ട്. കൂടെ നമ്മളിവിടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് ചെയ്യുന്നത്. നിങ്ങൾ ക്ലാസ് കണ്ടിട്ട് കയറണം. ക്ലാസ് കണ്ടിട്ട് നിങ്ങൾ ഇവിടെ കയറിയിരുന്നതിനല്ലേ നിങ്ങൾക്ക് പ്രയോജനപ്പെടത്തുള്ളൂ. അന്നെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്നത്. പിന്നെ സ്വയം ഒന്ന് ആൻസർ ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ക്ലാസ് കണ്ടിട്ട് കയറണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. കണ്ടു കഴിഞ്ഞു എന്ന് ഞാൻ കരുതുന്നു. ഏതാ വരുന്നത്? കോൺ സെൽസ് ആണ് വരുന്നത് അല്ലേ. അടുത്തത് റിക്വയർഡ് ക്വാണ്ടിറ്റി ഓഫ് ഫ്രഷ് എയർ ഫോർ എ മാൻ. ഒരു മാനിന് വേണ്ട റിക്വയർഡ് ക്വാണ്ടിറ്റി ഓഫ് ഫ്രഷ് എയർ. റിക്വയർഡ് ക്വാണ്ടിറ്റി ഓഫ് ഫ്രഷ് എയർ ഫോർ എ മാൻ ഏതാ വരുന്നത്? റെസ്പിറേഷനുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ളതാ വരുന്നത്. നിങ്ങൾ ആൻസർ ഉണ്ടോ? ആൻസർ പറഞ്ഞേ. ആൻസർ ഇല്ലേ? എത്ര വേണ്ടത്? എത്ര CC യാ പിള്ളേരെ? എത്ര ആയിരിക്കും വേണ്ടത്? 1000 ക്യൂബിക് ഫീറ്റ് ഓഫ് എയർ ഫോർ എവരി 10 മിനിറ്റ് ആണ് വരുന്നത്. ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴും ഈ തന്നിരിക്കുന്ന ഓപ്ഷൻ അനുസരിച്ച് വരുന്ന 1000 ക്യൂബിക് ഫീറ്റ് ഓഫ് എയർ ഫോർ എവരി 10 മിനിറ്റ് ആണ് വേണ്ടത്. ഒരു മിനിറ്റ്. ഇതിനകത്ത് വരുന്നത് 10 മിനിറ്റ് ഉണ്ട്, 20 സെക്കൻഡ് ഉണ്ട്. ഇതിനകത്ത് നമുക്ക് ഈ ഓപ്ഷൻ ബി എടുക്കാം കേട്ടോ. 1000 ക്യൂബിക് ഫീറ്റ് ഓഫ് എയർ ഫോർ എവരി 20 സെക്കൻഡ്. ഓക്കെ, 10 മിനിറ്റ് അല്ല, 20 സെക്കൻഡ് ആണ് വരുന്നത്. 20 സെക്കൻഡ്, ഓരോ 20 സെക്കൻഡ് കൂടുമ്പോഴും 1000 ക്യൂബിക് ഫീറ്റ് ഓഫ് എയർ വേണം കേട്ടോ. ഫ്രഷ് എയർ വേണം. അത്രയും ക്വാണ്ടിറ്റി വേണം ഒരാൾക്ക് ഇതാകാനായിട്ട്. 1000 ക്യൂബിക് ഫീറ്റ് ഓഫ് എയർ ഫോർ എവരി 20 സെക്കൻഡ് ആണ് വേണ്ടത്. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇല്ലാതെ നമ്മൾ നോക്കുവാണെങ്കിലോ, അല്ലാതെ നമ്മൾ പറയുവാണെങ്കിൽ ഈ ഓപ്ഷൻ ഇങ്ങനെ തന്നിരിക്കുന്നതിനകത്ത് ഇതാണ് വേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് നോർമലി പറയുവാണെങ്കിൽ എത്ര പറയുന്നത്? പെർ സെക്കൻഡ് 8 ലിറ്റർ ഓഫ് ഫ്രഷ് എയർ ആണ് കേട്ടോ വേണ്ടത്. പെർ സെക്കൻഡ്
അല്ലെങ്കിൽ എത്ര ആയിരിക്കും വരുന്നത്? 0.3 മീറ്റർ ക്യൂബ് പെർ മിനിറ്റ് ആയിരിക്കും വേണ്ടത്. ഔട്ട്സൈഡ് എയർ വേണ്ടത്. ഇനി ഒരു മാന് ഇൻടേക്ക് ചെയ്യുന്ന യൂഷ്വൽ ക്വാണ്ടിറ്റി ഓഫ് എയർ എത്രയാണെന്നറിയാവോ? എത്രയാണെന്നറിയാവോ? അതായത് സ്മോക്കിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ല. നമ്മളൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നിൽക്കുകയാണ്, അവിടെ സ്മോക്കിങ് കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഔട്ട്സൈഡ് കണ്ടീഷൻസ് എല്ലാം മൊത്തത്തിൽ നോക്കുമ്പോൾ അവിടെ വേണ്ടത് 1 മീറ്റർ ക്യൂബ് പെർ മിനിറ്റ് ആണ് വേണ്ടത്. ഒരു പേഴ്സണ് ശ്വസിക്കാനായിട്ട് 1 മീറ്റർ ക്യൂബ് പെർ മിനിറ്റ് വേണം. ഇനി സ്മോക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ വേണ്ടത് 1.5 മീറ്റർ ക്യൂബ് പെർ മിനിറ്റ് ആയിരിക്കും വരുന്നത്. ഓക്കെ. ദെൻ റെസ്പിറേറ്ററി സിസ്റ്റം പറയുവാണെങ്കിൽ നമ്മുടെ റെസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എങ്ങനെ ആയിരിക്കും വരുന്നത്? നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, നമ്മൾ എങ്ങനെ ആയിരിക്കും ശ്വസിക്കുന്നത്? നമ്മൾ നമ്മുടെ നോസ്ട്രിലിൽ കൂടെ ബ്രീത്ത് ചെയ്യുമായിരിക്കും അല്ലെ? ഒരു ബ്രത്ത് എടുക്കും അകത്തോട്ട്, അതെന്നാ എടുക്കും? നേസൽ ക്യാവിറ്റി പോവും. നേസൽ ക്യാവിറ്റിയിൽ നിന്ന് എന്നാ എടുക്കും? പിന്നെ ത്രോട്ടില് ഫാരിങ്സിൽ പോവും. ഫാരിങ്സ് എന്ന് പറയുന്നത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനും റെസ്പിറേറ്ററി സിസ്റ്റത്തിനും കോമൺ ആയിട്ടുള്ള പാസേജ് ആണ് ഫാരിങ്സ് എന്ന് പറയുന്നത്. ഈ ഫാരിൻസിൽ നിന്ന് പിന്നെ എങ്ങോട്ട് പോവും? ലാരിൻസിലോട്ട് പോവും. ലാരിൻസിലോട്ട് പോവും, എയറിന്റെ പാത്വേ ആണ് വരുന്നത്. അവിടുന്ന് ട്രക്കിയ പോവും. ട്രക്കിയയിലോട്ട് പോവും. ട്രക്കിയയിൽ നിന്ന് പിന്നെ എങ്ങനെ ആയിരിക്കും പോകുന്നത്? ഇങ്ങനെ ട്രക്കിയയിലോട്ട് വരും. ട്രക്കിയ എന്നെ എടുക്കും? പിന്നെ അത് രണ്ട് ഇതായിട്ട് തിരിഞ്ഞിട്ടുണ്ടല്ലേ? ബ്രോക്കയിലോട്ട് പോവും. ബ്രോക്കൈ അല്ലെങ്കിൽ എന്നാ വരുന്നത്? ബ്രോക്കിയോളസ് എന്നൊക്കെ പറയാറുണ്ടല്ലേ? ബ്രോക്കിയോൾസ് എന്ന്. ഈ ബ്രോങ്കെ എന്നെ എടുക്കും? ബ്രോങ്കെ പിന്നെ ബ്രാഞ്ചസ് ആയിട്ട് തിരിയും. ഇങ്ങനെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ചെറിയ ബ്രാഞ്ചസ് ആയിട്ട് തിരിയും. അതിനെയാണ് ബ്രോങ്കിയോൾസ് എന്ന് പറയും. അവിടെ നിന്ന് ലെൻസിലോട്ടായിരിക്കും പോകുന്നത്. ലെൻസിലോട്ടായിരിക്കും പോകുന്നത്. ബ്രോങ്കിയോൾസ് അൽവിയോള എന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ അൽവിയോളർ സാക്ക് എന്ന് പറയാറുണ്ട്. ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചർ ആണ് ഇതിന്റെ എൻഡ് ആയിട്ട് വരുന്നത്. ലങ്സിന്റെ ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്ന ഏതാണ്? ഈ അൽവിയോള അല്ലെങ്കിൽ അൽവിയോളർ സാക്കിനെയാണ് പറയുന്നത്. കാരണം ഇവിടെ വെച്ചിട്ടാണ് ഗ്യാസസിന്റെ എക്സ്ചേഞ്ച് നടക്കുന്നത്. ഗ്യാസസ് എക്സ്ചേഞ്ച് ടേക്ക് പ്ലേസ് നടക്കുന്ന എവിടാണ്? അൽവിയോളയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഓക്കെ. അപ്പം ഇനി പറയുവാണെങ്കിൽ റെസ്പിറേറ്ററി മെയിൻ ഓർഗൻ എന്ന് പറയുന്നത് ഏതാണ്? ലങ്സ് ആണ് വരുന്നത്. ലങ്സ് നോക്കുന്ന എന്തിനെയാണ്? ഓക്സിജനേറ്റഡ് ബ്ലഡിനെയാണ് ക്യാരി ചെയ്യുന്നത്. ഇതിനെ പറ്റിയുള്ള സ്റ്റഡി എന്ന് പറയുന്നത് ഏതാ? പൾമിനോളജി അല്ലെങ്കിൽ പ്ലൂറോളജി എന്നും പറയാറുണ്ട്. പൾമിനോളജി അല്ലെങ്കിൽ പ്ലൂറോളജി എന്ന് പറയാറുണ്ട്. ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആണ് ഇതിന് ചുറ്റും. ലങ്സിന് ചുറ്റും ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ട്. അതിനെയാണ് പ്ലൂറ എന്ന് പറയുന്നത്. മസിൽസ് ഇല്ലാത്ത ഒരേ ഒരു ഓർഗൻ ഓർത്ത് വെക്കുക. നമ്മുടെ ബോഡി മസിൽസ് ഇല്ലാത്ത ഒരേ ഒരു ഓർഗൻ എന്ന് പറയുന്നത് ഏതാണ്? ലങ്സ് ആണ് വരുന്നത്. 2 ലങ്സ് ഉണ്ടല്ലേ? റൈറ്റും ലെഫ്റ്റും ഉണ്ട്. അതിനകത്ത് റൈറ്റ് ലങ്സ് ലെഫ്റ്റ് ലങ്സിനെക്കാട്ടിലും കുറച്ച് വലുതായിരിക്കും വരുന്നത്. ഒരു 62 അല്ലെങ്കിൽ ഒരു 50 ഗ്രാം ആയിരിക്കും ഡിഫറൻസ് വരുന്നത് കേട്ടോ. ട്രക്കിയ എന്നായിരിക്കും? രണ്ടായിട്ട് തിരിഞ്ഞിട്ടുണ്ട്, അത് ഓർത്ത് വെക്കണേ. അവിടെ ഈ ബ്രോങ്കെ ആയിട്ട് മാറും. ലെഫ്റ്റും റൈറ്റും ബ്രോങ്കെ ഉണ്ട്. ബ്രോങ്കിയോൾ ആകും. ബ്രോങ്കിയോൾസിന്റെ എൻഡിലായിട്ടാണ് അൽവിയോളർ സാക്ക് വരുന്നത്. പക്ഷേ യൂണിറ്റ് ഓഫ് ലങ്സ് എന്ന് പറയുന്നത് ഏതാണ്? അൽവിയോളയാണ് വരുന്നത് കേട്ടോ. അവിടെയാണ് ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ഇൻസ്പിരേഷനും എക്സ്പിരേഷനും ഉണ്ട്. ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ റെസ്പിരേഷൻ എന്ന് പറയുന്നത്. ഇൻസ്പിരേഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിജനെ അകത്തോട്ട് എടുക്കുന്നതാണ്. ലങ്സിന്റെ അകത്തോട്ട് ഓക്സിജനെ എടുക്കുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻസ്പിരേഷൻ എന്ന് പറയുന്നത്. എക്സ്പിരേഷൻ എന്ന് പറഞ്ഞാലോ കാർബൺ ഡൈ ഓക്സൈഡിനെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഒരു ബ്രത്ത് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു റെസ്പിരേഷൻ എന്ന് പറഞ്ഞാൽ എന്നാ? നമ്മൾ അകത്തോട്ട് ശ്വാസം വലിക്കും, എന്നിട്ട് വെളിയിലോട്ട് വിടും അല്ലേ? അതെന്നാ പറയുന്നേ? ഓക്സിജനെ അകത്തോട്ട് എടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തോട്ട് പുറന്തള്ളുവാണ് ചെയ്യുന്നത്. ഓക്കെ.
ലങ്സിനെ മെയിൻ ആയിട്ട് അഫക്ട് ചെയ്യുന്ന ഡിസീസസ് ആണ് എംഫസീമ. എംഫസീമ എന്ന് പറഞ്ഞാൽ എന്നെ സ്മോക്കിംഗ് വഴി ഉണ്ടാകുന്നതാണ്. ദെൻ ന്യൂമോണിയ ഉണ്ട്, ബ്രോങ്കൈറ്റീസ് ഉണ്ട്, സിലിക്കോസിസ് ഉണ്ട്. സിലിക്കോസിസ് മെയിൻ ആയിട്ട് മൈനിങ്ങിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കായിരിക്കും വരുന്നത്. ദെൻ TB ഏതാ വരുന്നത്? ട്യൂബർക്ലോസിസ് ഏതാണെന്നറിയാവോ? ബാക്ടീരിയ ഏതാണെന്നറിയാവോ? മയോബാക്ടീരിയം ട്യൂബർക്ലോസിസ് വഴിയാണ് വരുന്നത് കേട്ടോ. ദെൻ പിന്നെ ഏതാ വരുന്നത്? സാർസ് എന്ന് പറഞ്ഞ സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രം. ഇത്രയാണ് ലങ്സിനെ അഫക്ട് ചെയ്യുന്ന ഡിസീസസ് വരുന്നത്. ഞാൻ ഇനി പറയുവാണെങ്കിൽ ഒരു ചെറിയ കാര്യം കൂടെ പറയാം. ചില ഓർഗൻസും അവരുടെ റെസ്പിറേറ്ററി ഓർഗനും ഉണ്ട്. ചില ആനിമൽസും അവരുടെ റെസ്പിറേറ്ററി ഓർഗനും ഇമ്പോർട്ടൻ്റാ. ഏർത്ത് വേമിന്റെ ഏതാണെന്നറിയാവോ? ഏർത്ത് വേമിന്റെ സ്കിന്നാണ് വരുന്നത്. സ്കിന്നാണ് വരുന്നത്. ദെൻ കോക്രോച്ചിന്റെ ഏതാ? ട്രക്കിയാണ്. ട്രക്കിയാണ് വരുന്നത്. ഫിഷിന്റെ ഏതായിരിക്കും വരുന്നത്? ഫിഷിന്റെ ഗിൽസ് ആണ് വരുന്നത്. ദെൻ സ്പൈഡർ അല്ലെങ്കിൽ സ്കോർപിയോൺ, അതിന്റെ ഏതാണെന്നറിയോ? ബുക്ക് ലങ്സ് ആണ് വരുന്നത്. ഇമ്പോർട്ടൻ്റാ, ചോദിച്ചിട്ടുള്ളത് ഇതിനു മുമ്പേ. ബുക്ക് ലങ്സ് ആണ് വരുന്നത്. ദെൻ നമ്മുടെ റെപ്റ്റൈൽസ്, ബേർഡ്സ്, മാമൽസിന്റെ ഒക്കെ ഏതായിരിക്കും വരുന്നത്? നമ്മുടെ ഏതാന്ന് ഓർത്താൽ മതി. ഏതാ വരുന്നത്? ലങ്സ് ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ലങ്സിനെ പറ്റി ഓർത്ത് വെക്കുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ എലമെന്റ് വിച്ച് ഈസ് മോസ്റ്റ് കോമൺ ഇൻ ദ ഹ്യൂമൻ ബോഡി. പറ. നെയിം ദ എലമെന്റ് വിച്ച് ഈസ് മോസ്റ്റ് കോമൺ ഇൻ ദ ഹ്യൂമൻ ബോഡി. ഏതാ വരുന്നത്? ഏതാണെന്നറിയാവോ? ഏതായിരിക്കാം? ഓക്സിജൻ ആയിരിക്കും. 65% വരുന്നുണ്ട് കേട്ടോ. ഓക്സിജൻ ആണ് വരുന്നത്. അടുത്തത്, ടീത്തിനെ പറ്റിയുള്ള സ്റ്റഡി ഏതാ വരുന്നത്? ടീത്തിനെ പറ്റിയുള്ള സ്റ്റഡി ഏതാണ് വരുന്നത്? ടീത്തിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് ഓഡന്റോളജി എന്ന് പറയും. ഓർണിത്തോളജി എന്ന് പറഞ്ഞാൽ എന്നാ? ഒഫ്താൽമോളജി. ഏതിനെ പറ്റിയുള്ള? ഐസിനെ പറ്റിയുള്ളത്. ഓർണിത്തോളജി ബേർഡ്സിനെ പറ്റിയുള്ളത്. ഓട്ടോളജി എന്തിനെ പറ്റിയുള്ളതാ? കേട്ടിട്ടുണ്ടോ? ഓട്ടോളജി കേട്ടിട്ടുണ്ടോ? ബാക്കി നിങ്ങൾ കേൾക്കാൻ ചാൻസ് ഉണ്ട്. ഓട്ടോളജി എന്തിനെ പറ്റിയുള്ളതാ? ഓട്ടോളജി അറിയാവോ? ഇയറും റിലേറ്റഡ് സ്ട്രക്ചറും ആയിട്ടുള്ള സ്റ്റഡിയാണ് കേട്ടോ ഓട്ടോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഓഡന്റോളജി ആണ് ടീത്തിനെ പറ്റിയുള്ള സ്റ്റഡി വരുന്നത്. ടീത്ത് എടുക്കുവാണെങ്കിൽ ടീത്ത് എന്നായിരിക്കും? മെയിൻ ആയിട്ടും 4 ടൈപ്പ് ടിഷ്യൂസ് വെച്ചിട്ടാണ്. ഇനാമൽ ഉണ്ട്, കേട്ടിട്ടുണ്ടായിരിക്കും. ഇനാമൽ പൂവെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ദെൻ ഡെന്റിൻ ഉണ്ട്. ഡെന്റിൻ എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് ഡെന്റൽ ടിഷ്യൂ ആണ് വരുന്നത്. ദെൻ സിമന്റോം പൾപ്പും ഉണ്ട്. രണ്ടും റൂട്ടാണ് വരുന്നത് കേട്ടോ. ദെൻ ഇനാമലിനെ പറ്റി പറയുവാണെങ്കിൽ നമ്മുടെ ഹാർഡസ്റ്റ് ആണ്, ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടാണ് വരുന്നത്. ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ആണ് വരുന്നത്. ഇതിന്റെ മേജർ കോൺസ്റ്റിറ്റ്യുവന്റ് എന്ന് പറയുന്നത് കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് വരുന്നത്. കാൽസ്യം ഫോസ്ഫേറ്റ്. ഇനി ഇനാമലിനെ ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്ത് ടൂത്ത് ഡീകേ പ്രിവെന്റ് ചെയ്യുന്നത് ഏതാണെന്നറിയാവോ? ഫ്ലൂറൈഡ്സ് ആണ് കേട്ടോ. ഇനാമലിനെ ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്തിട്ട് ടൂത്തിന്റെ ഡീകേ പ്രിവെന്റ് ചെയ്യുന്ന കോമ്പൗണ്ട് എന്ന് പറയുന്ന ഫ്ലൂറൈഡ്സ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടൂത്ത് വേസ്റ്റ് നമ്മളെപ്പോഴും ബ്രഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണല്ലേ. അതിന് ഉപയോഗിക്കുന്ന ടൂത്ത് വേസ്റ്റിലെ മേജർ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്ന കാൽസ്യം ഫ്ലൂറൈഡ് ആണ് വരുന്നത്. ചോദിച്ചിട്ടുണ്ടേ. ഇനി ടൂത്ത് ഡീകേ കോസ് ചെയ്യുന്ന ആസിഡ് ഏതാണെന്നറിയാവോ? ടൂത്ത് ഡീക്കേക്ക് കാരണമാകുന്ന ആസിഡ് ലാക്റ്റിക് ആസിഡ് ആണ് വരുന്നത്. ദെൻ നമ്മുടെ ടീത്തിലോട്ട് വരുവാണെങ്കിൽ മിൽക്ക് ടീത്ത് ഉണ്ട്. മിൽക്ക് ടീത്ത് 7 മാസം ആകുമ്പോഴത്തേനായിരിക്കും വരുന്നത് കേട്ടോ. ഒരു കുഞ്ഞിന് 7 മാസം ആകുമ്പോഴായിരിക്കും വരുന്നത്. 20 എണ്ണം ആയിരിക്കും വരുന്നത്. കുറെ നാൾ കഴിയുമ്പോൾ ഇതെന്നെ എടുക്കും, ഇത്
പൊഴിഞ്ഞു പോകും അല്ലേ? എന്നിട്ട് നമ്മുടെ പെർമനന്റ് ടീത്ത് അല്ലെങ്കിൽ അഡൽറ്റ് ടീത്ത് ഉണ്ട്, അഡൽറ്റ് ടീത്ത് വരും, 32 എണ്ണമായിരിക്കും വരുന്നത്. ഓക്കെ, ഇതിനകത്ത് പെർമനന്റ് ടീത്ത് എടുക്കുവാണെങ്കിൽ ഇൻസൈസേഴ്സ് ഉണ്ട്, ഇൻസൈസേഴ്സ് ഉണ്ട്. ഇൻസൈസേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഉളിപ്പല്ല് 8 എണ്ണമാണ് വരുന്നത്, 8 എണ്ണമാണ് വരുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് നോക്കുവാണെങ്കിൽ കനൈൻസ് ഉണ്ട്. കനൈൻസ് എന്ന് പറഞ്ഞാൽ കോമ്പല്, നമ്മുടെ ഇവിടെ ആയിട്ട് എന്നാ പറയുന്നത്, ഇച്ചിരി ഈ മറ്റേ യക്ഷിപ്പടമൊക്കെ കാണിക്കുമ്പോൾ യക്ഷിയുടെ പല്ല് നീണ്ടു വരുന്ന കണ്ടിട്ടില്ലേ, അതാണ് നമ്മുടെ കോമ്പല് വരുന്നത് അല്ലെ, കനൈൻസ് വരുന്നത്. ദെൻ പ്രീ മോളാർസ് ഉണ്ട്, 8 എണ്ണം വരും. മോളാർസ് ഉണ്ട്, 12 എണ്ണം വരും. ഇങ്ങനെ 32 എണ്ണമായിരിക്കും താഴെ മേളിലുമായിട്ട് മൊത്തത്തിലുള്ള എണ്ണമാണ് പറയുന്നത്. ഇൻസൈസേഴ്സ് എന്ന് പറയുന്നത് ഏതായിരിക്കും? അപ്പർ ജോയിലായിരിക്കും അല്ലേ വരുന്നത്. അപ്പർ ജോയിലും ലോവർ ജോയിലും നോക്കുവാണെങ്കിൽ താഴെ മേളിലും 4 എണ്ണം 4 എണ്ണം വീതം 8 എണ്ണമാണ് ഉള്ളത്. നമ്മുടെ ഫുഡിനെ കട്ട് ചെയ്യാനായിട്ടും ചൂ ചെയ്യാനായിട്ടും ഏതാ? അതായത് നമ്മളൊരു സാധനം വെക്കുവാണെങ്കിൽ നമ്മൾ കടിച്ചല്ലേ തിന്നുന്നത്, അതെങ്ങനെയായിരിക്കും? പല്ലിന്റെ ഫ്രണ്ടിലത്തെ പല്ല് വെച്ചിട്ടായിരിക്കും കടിക്കുന്നത്, കടിച്ചിട്ട് സ്മോൾ പീസ് ആക്കിയിട്ട് ച്യൂവബിൾ പീസ് ആക്കിയിട്ട് കഴിക്കുമായിരിക്കും ചെയ്യുന്നത്. അതിന് സഹായിക്കുന്ന ഏതാണ്? ഫ്രണ്ടിലിരിക്കുന്ന 4 പല്ലുകൾ അല്ലേ, 4 4 താഴെ മേളിലുമായിട്ട് 8 എണ്ണം ഏതായിരിക്കും? ഇൻസൈസേഴ്സ് വരും. ദെൻ കനൈൻസ്, കനൈൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ അപ്പർ ജോയില് 2 എണ്ണം ഉണ്ട്, ലോവർ ജോയിലും 2 എണ്ണം ഉണ്ട്. ഇതെന്നായിരിക്കും? മീറ്റ് പോലെയുള്ള ഫുഡിനെ ടീർ ചെയ്യാനായിട്ട് സഹായിക്കും. ഇത് കൂടുതലും എങ്ങനായിരിക്കും? കനൈൻസ് ഈ നമ്മുടെ പട്ടിയില്ലേ പിള്ളേരെ, പട്ടിയിലൊക്കെ നല്ല ഇതായിട്ട് ഇറങ്ങുന്ന കാണത്തില്ലേ, അത് കാർണിവോർണസ് ആയിട്ടുള്ള ആനിമൽസിലായിരിക്കും നല്ല ഇതായിട്ട് കാണുന്നത്. ദെൻ പ്രീമോളാറ്, പ്രീമോളാർ എന്ന് പറഞ്ഞാൽ ഫുഡിനെ ചൂ ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. ദെൻ മോളാർസ്, മോളാർസ് എന്ന് പറയുന്നത് ഏതാ? മോളാർസും ഫുഡിനെ ചൂയിങ്ങിനായിട്ട് നയിക്കുന്നതാണ്. ഹാർഡസ്റ്റ് ആൻഡ് സ്ട്രോങ്ങസ്റ്റ് ടീത്ത് ആണ് വരുന്നത്. തേർഡ് മോളാറിനെയാണ് നമ്മൾ വിസ്ഡം ടൂത്ത് എന്ന് പറയുന്നത്. ഇത് 18 തൊട്ട് 25 വയസ്സിനിടയ്ക്കാണ് അപ്പിയർ ചെയ്ത് വരുന്നത് കേട്ടോ. കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് പല്ല് വരത്തില്ലേ, ആകെ 28 എണ്ണം കാണത്തുള്ളൂ, പിന്നെ ബാക്കി 4 എണ്ണം വരുന്നത്, 22 എണ്ണം അല്ലേ വരും. അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് ബാക്കി വരുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഏത് ടിയറിങ്, ഫുഡിനെ ടിയർ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഏതാ വരുന്നത്? ഏതാ വരുന്നത്? ടിയർ ചെയ്യാൻ സഹായിക്കുന്ന ഏതാണ് വരുന്നത്? കനൈൻസ് ആണ് വരുന്നത് അല്ലേ. ടിയർ ചെയ്യാൻ സഹായിക്കുന്നത് കനൈൻസ് ആണ് വരുന്നത്. ഹാർഡസ്റ്റ് പാർട്ട് ഓഫ് ദി ബോഡി, ഹാർഡസ്റ്റ് പാർട്ട് ഓഫ് ദ ബോഡി എന്ന് പറയുന്ന ഏതാ വരുന്നത്? ഹ്യൂമൻ ബോഡിയിലെ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് എന്ന് പറയുന്ന ഏതാ വരുന്നത്? ഇനാമലാണ് വരുന്നത്, ഇനാമലാണ് വരുന്നത്. ലാർജസ്റ്റ് ഗ്ലാൻഡ് ഏതാ വരുന്നത്? ലാർജസ്റ്റ് ഗ്ലാൻഡ് ഏതാ വരുന്നത്? ഹ്യൂമൻ ബോഡിയിലെ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഏതാണ് വരുന്നത്? ഗ്ലാൻസ് എടുക്കുവാണെങ്കിൽ ഏതൊക്കെയായിരിക്കും വരുന്നത്? എൻഡോക്രൈൻ ഗ്ലാൻസ് ഉണ്ട്. ഗ്ലാൻഡ് ഏതൊക്കെ ലിക്വിഡിനെ സെക്രേറ്റ് ചെയ്യുന്നു എന്നതിനെ അനുസരിച്ച് നമുക്ക് മെയിനായിട്ടും രണ്ടായിട്ട് തിരിക്കാം. എക്സോക്രൈനും ഉണ്ട്, എൻഡോക്രൈനും ഉണ്ട്. എക്സോക്രൈൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? ഒരു ഡക്റ്റ് ഉള്ളതായിരിക്കും, എൻസൈമിനെ ആയിരിക്കും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഡക്റ്റ് ഉള്ളതായിരിക്കും വരുന്നത്. ഇനി എൻഡോക്രൈൻ ഗ്ലാൻഡ് ഉണ്ട്. അത് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനത്തിനെ നമ്മൾ ഹോർമോൺസ് എന്നാണ് പറയുന്നത്. പക്ഷെ ഇതിന് എന്നായിരിക്കും, ഇത് സ്റ്റോർ ചെയ്യാനായിട്ട് ഡക്റ്റ് കാണത്തില്ല, ഡയറക്റ്റ് ബ്ലഡിലോട്ട് റിലീസ് ചെയ്യുമായിരിക്കും വരുന്നത്. ഡക്ട്ലെസ് ഗ്ലാൻസ് ആണ് എൻഡോക്രൈൻ എന്ന് പറയുന്നത്. എൻഡോക്രൈൻ എക്സാമ്പിൾ ആണ് പിറ്റ്യൂട്ടറി, തൈറോയിഡ് ഗ്ലാൻഡ്, അങ്ങനെയുള്ളതെല്ലാം തന്നെ വരുന്നത്. ഇതിനെപ്പറ്റിയുള്ള സ്റ്റഡിയാണ് എൻഡോക്രൈനോളജി എന്ന് പറയുന്നത്. എൻഡോക്രൈനോളജിയുടെ ഫാദർ എന്ന് പറയുന്ന ആരാന്നറിയാവോ? തോമസ് എഡിസൺ ആണ്, തോമസ് എഡിസൺ ആണ് വരുന്നത്. നമ്മുടെ ബോഡിയിലെ മേജർ ആയിട്ടുള്ള ഗ്ലാൻസ് എന്ന് പറയുന്നത് പീനിയൽ ഗ്ലാൻഡ് വരും. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് വരും, തൈറോയിഡ് ഗ്ലാൻഡ് ഉണ്ട്, തൈമസ് ഗ്ലാൻഡ് ഉണ്ട്, അഡ്രിനൽ ഉണ്ട്, പാൻക്രിയാസ്, പിന്നെ വരുന്നതാണ് ഓവറി, ടെസ്റ്റിസും ഉണ്ട് കേട്ടോ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എടുത്ത് നോക്കുവാണെങ്കിൽ പി ഷേപ്ഡ് ഗ്ലാൻഡ് ആണ് വരുന്നത്, മാസ്റ്റർ ഗ്ലാൻഡ് ആണ് വരുന്നത്. ഞാൻ പറഞ്ഞായിരുന്നു ഓൾറെഡി അല്ലേ. ബാക്കി എല്ലാ എൻഡോക്രൈൻ ഗ്ലാൻഡിനെയും കൺട്രോൾ ചെയ്യുന്നതാണ്, അതുകൊണ്ട് തന്നെ എന്നാണ് മാസ്റ്റർ ഗ്ലാൻഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നോക്കുവാണെങ്കിൽ